ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ചെയ്യാമെന്നാണ്. നമുക്ക് അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. രണ്ട് പോസിറ്റീവ് സൈനോട് കൂടിയിട്ടുള്ള ഡിജിറ്റ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. സൈൻ പോസിറ്റീവ് തന്നെ ആയിരിക്കും. എക്സാമ്പിൾ 5+10 ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തു 15 ആണ്, സൈൻ പോസിറ്റീവ് തന്നെ. ഇനി രണ്ട് നെഗറ്റീവ് സൈനോട് കൂടിയിട്ടുള്ള ഡിജിറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിജിറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് സെയിം സൈൻ തന്നെ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. എക്സാമ്പിൾ -5 + -10, അപ്പോൾ 5+10 15, സൈൻ സെയിം നെഗറ്റീവ് തന്നെ. ഇനി ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ഡിജിറ്റ്സുകൾ തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഡിജിറ്റിൽ നിന്ന് ചെറിയ ഡിജിറ്റ് മൈനസ് ചെയ്തിട്ട് വലിയ ഡിജിറ്റിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഷോർട്ട് ഫോം വജേ വജി, വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്ത് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. -10 + +5, ഇതിൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ 10 - 5 = 5. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അപ്പോൾ -5 ആണ് ആൻസർ. ഇനി നമുക്ക് എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ചെയ്യാൻ നോക്കാം. നമുക്കൊരു എക്സാമ്പിളോട് കൂടിയിട്ട് നോക്കാം. +4 - +6 നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യത്തെ ഡിജിറ്റ് അതേപോലെ തന്നെ സൈനോട് കൂടി നമ്മൾ എഴുതുക. ഇനി ഈ മൈനസ് എന്നുള്ളത് നമ്മൾ പ്ലസ് ആക്കുക. ഇനി രണ്ടാമത്തെ ഡിജിറ്റിൻ്റെ സൈൻ മാറ്റി എഴുതുക. ഇവിടെ +6 ആയിരുന്നു, അപ്പോൾ നമ്മൾ -6 എന്ന് എഴുതി. ഇനി നമ്മൾ എങ്ങനെയാണോ അഡീഷൻ ചെയ്യണത് ആ റൂൾ പ്രകാരം ചെയ്യുക. ഇതിപ്പോൾ ഒരു പോസിറ്റീവ് ഡിജിറ്റും ഒരു നെഗറ്റീവ് ഡിജിറ്റാണ്, അപ്പോൾ നമ്മൾ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്ത് വലുതിൻ്റെ സൈൻ ഇടും. അപ്പോൾ 6 - 4 2 ആണ്, വലുതിൻ്റെ സൈൻ മൈനസ് ആണ്, അപ്പോൾ നമ്മൾ -2 ഇട്ട് കൊടുത്തു. ഇതാണ് ആൻസർ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്യാം. -2 - +3. ഇതിൽ ഫസ്റ്റത്തെ ഡിജിറ്റ് സൈനോട് കൂടി നമ്മൾ അങ്ങനെ തന്നെ എഴുതുക. -2 മൈനസ് എന്നുള്ളത് നമ്മൾ പ്ലസ് ആക്കുക. +3നെ നമ്മൾ -3 എന്നാക്കുക. ഇനി രണ്ട് നെഗറ്റീവ് ഡിജിറ്റ്സുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 2 + 5 2 + 3 5 ആണ്, സെയിം സൈൻ തന്നെ ഇട്ട് കൊടുക്കുക. -5 ആണ് ആൻസർ. ഇനി മറ്റൊരു എക്സാമ്പിളും കൂടി നോക്കാം. +10 - -5. ഫസ്റ്റത്തെ ഡിജിറ്റ് അതേപോലെ തന്നെ എഴുതുക. മൈനസ് എന്നുള്ളത് നമ്മൾ പ്ലസ് ആക്കുക. രണ്ടാമത്തെ ഡിജിറ്റിൻ്റെ സൈൻ മാറ്റിയിട്ട് കൊടുക്കുക. +5 എന്നാക്കുക. രണ്ടും പോസിറ്റീവാണ്, ഇപ്പോൾ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 10 + 5 15, ഡിജിറ്റ് അല്ല സൈൻ പോസിറ്റീവ്, അപ്പോൾ +15. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. -6 - -4, അപ്പോൾ ഫസ്റ്റത്തെ ഡിജിറ്റ് സൈനോട് കൂടി എഴുതുക. മൈനസ് എന്നുള്ളത് പ്ലസ് ആക്കുക. -4 + 4 ആക്കുക. ഇനി അഡീഷൻ, ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവാണ്, അപ്പോൾ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക. 6 - 4 2 ആണ്, വലുതിൻ്റെ സൈൻ നെഗറ്റീവ്, അപ്പോൾ -2 എന്ന് ആൻസർ വന്നു. ഇനി രണ്ട് പോസിറ്റീവ് 6 - 4 എങ്ങനെ ചെയ്യാം. നമുക്കറിയാം ഇതിൻ്റെ ആൻസർ 2 ആണെന്ന്, എന്നാലും നമ്മൾ ഈ റൂള് പ്രകാരം ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ഡിജിറ്റ് സൈനോട് കൂടി അങ്ങനെ എഴുതി. മൈനസ് എന്നുള്ളത് നമ്മൾ പ്ലസ് ആക്കി. +4നെ നമ്മൾ -4 ആക്കി. അപ്പോൾ അത് രണ്ട് ഡിഫറൻറ്റ് സൈനോട് കൂടിയിട്ടുള്ള ഡിജിറ്റ്സ് ആണ്, അപ്പോൾ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്ത് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 6 - 4 2, വലുതിൻ്റെ സൈൻ പോസിറ്റീവാണ്, +2 ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.